ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഗുഡ് ഫ്രൈഡേ ആയ കാരണം മുടക്കാണ്. അപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോഴല്ല എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സോയ ജങ്ക്സും അതുപോലെ പാസ്തയും വേവിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാനുള്ള പ്ലാൻ വന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 5-6 ഉരുളക്കിഴങ്ങ്, ഒരു ബീട്രൂട്ട്, ഒരു 5-6 സബോള കേട്ടോ. ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തത് രണ്ടും. ആദ്യം നമ്മൾക്ക് ഉരുളക്കിഴങ്ങിനും ബീട്രൂട്ടിനും ഒരു വേവ് കൂടുതലായ കാരണം എണ്ണ ചൂടായപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഉപ്പിട്ട് മൂടി വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞത് സബോളയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തുട്ടാ. ഇത് നാസ്ത കഴിക്കാനും അതുപോലെ ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ട കാരണമാണ് കൂടുതൽ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതേ സോയ ജങ്സിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി എടുത്തു. മുളക് പൊടി എരിവുള്ളതാണ്, കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയത്. ചതമുളക് പോലത്തെ ആയിരുന്നു, അപ്പോൾ ഇത്തിരി എരിവ് കുറവാണ് കേട്ടോ. പിന്നെ ഈ വക സാധനങ്ങളിലൊക്കെ നല്ലോണം എരിവ് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതല. പിന്നെ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ വീഡിയോ എടുക്കലും ഉണ്ടാക്കലും ചെയ്യുന്ന കാരണമാണ് കേട്ടോ ഇങ്ങനെ കൈക്കണക്ക്. 1 സ്പൂണ് വിനാഗിരിയും 1 സ്പൂണ് സോയാ സോസും വേണ്ടത്. അപ്പോൾ വിനാഗിരിക്ക് പകരം നാരങ്ങ യൂസ് ചെയ്യുക. നാരങ്ങ ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് വിനാഗിരി യൂസ് ചെയ്തത്. മസാല മിക്സ് ചെയ്തതിലേക്ക് നമ്മുടെ സോയ ജങ്ക്സ് ഇട്ട് കൊടുത്ത് ഒന്നും ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇതെന്തായിരുന്നു നോക്കാട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ വേവൊക്കെ നല്ല പാകമായി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ടു. കാരണം ഇതിലേക്ക് ചില്ലി സോസ് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഈ 3 സോസുകളാണ് ഇതിലേക്ക് യൂസ് ചെയ്യാട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് നല്ല പോലെ ഇളക്കി വെച്ചു. അത് കഴിഞ്ഞ് പാസ്ത ഇട്ട് കൊടുത്തു, ഇളക്കി. അപ്പോൾ സംഭവം റെഡിയായി. ഒന്ന് മൂടി വെച്ചു അതിനായിട്ട്. അത് കഴിഞ്ഞ് വേറെ ചീഞ്ചട്ടി വെച്ചു. എണ്ണ ചൂടായപ്പോൾ നമ്മുടെ മസാല പുരട്ടി വെച്ചിരുന്ന സോയാ ജങ്സിനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും ആളും റെഡിയായി. വറുത്തങ്ങോട്ട് കോരിയെടുത്തു കേട്ടോ. കോരിയെടുത്ത് അത് കഴിഞ്ഞ് കണ്ട നല്ല കുട്ടപ്പനായി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ട് നല്ല മുരിമുരിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പാസ്തയുടെ കൂടെ ആളെ മിക്സ് ചെയ്ത് റെഡിയാക്കി. എനിക്ക് ഡെക്കറേഷനൊന്നും വലിയ അറിയൊന്നുമില്ല, ഡെക്കറേഷനൊന്നും ചെയ്യാൻ. എനിക്ക് അറിയുന്ന പോലെ ഒന്ന് ചെയ്തു. അപ്പോൾ സംഭവം നല്ല ഉഗ്രനായിട്ടുണ്ട്. രാകേഷ് ഏട്ടനും മോനും ഇതാണ് നാസ്തയിൽ കൊണ്ടുപോയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ 930 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടണം. താങ്ക് യു ഫോർ വാച്ചിങ്.